ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തെ തീർച്ചയായും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് സനോജ്. തീർച്ചയായിട്ടും AR ക്യാമ്പിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൂടുതൽ പോലീസ് സേനയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വാഹന വ്യൂഹം ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ പോലീസ് വലയത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് എത്തിക്കുന്നത്. നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച ശേഷം തലയുയർത്തി അഭിമാനത്തോടു കൂടി നടന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അഴിക്കുള്ളിലാവാൻ പോകുന്നതിന് നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രാഥമികമായ ഘട്ടം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി പോലീസ് വാഹന വ്യൂഹം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, രണ്ടാമത്തെ വാഹനത്തിൽ ഈ വരുന്ന വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടമുള്ളത്. വാഹനത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടം പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. അല്പസമയത്തിനകം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ വളരെ കളർഫുള്ളായ ഷർട്ടൊക്കെ ധരിച്ചാണ്, വളരെ കൂസലില്ലാത്ത ശരീരഭാഷ അഭിനയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പോലീസിനോടൊപ്പം ജീപ്പിൽ കയറിയത്. വൈദ്യപരിശോധനയിലേക്ക് പോകുന്നു. ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. സനോജ് സുരേന്ദ്രൻ. തീർച്ചയായിട്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിന് നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ വസതിയിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ വൈദ്യപരിശോധന നടത്താൻ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് എത്താം, അതായത് AR ക്യാമ്പിലേക്ക് എത്താമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇവിടേക്ക് വരേണ്ടതില്ല, തങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അന്വേഷണ സംഘം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോകുന്നത്. യാതൊരു കൂസലുമില്ലാതെ ആണ് രാഹുൽ മാങ്കൂട്ടം വാഹനത്തിനുള്ളിലേക്ക് കയറിയത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളത്. അജിംഷാദ്. തീർച്ചയായും ഇനി ജനറൽ ആശുപത്രിയിലേക്കാണ്. വൈദ്യപരിശോധനയാണ് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. AR ക്യാമ്പിൽ നിന്ന് തൊട്ട് മുമ്പ് നാം കണ്ട തത്സമയ ദൃശ്യങ്ങളായിരുന്നു. തൊട്ട് മുമ്പ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യൽ, പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം AR ക്യാമ്പിൽ നിന്നും പാലക്കാട്ട് അർദ്ധരാത്രിയിൽ പിടിയിലായ രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ട AR ക്യാമ്പിൽ ആദ്യത്തെ പ്രാഥമികമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇതാ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ് ജനറൽ ആശുപത്രിയിലേക്ക്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം നേരത്തെ കണ്ടത്. ഇതാ ആ കാറിനെ, ആ പോലീസ് വാഹന വ്യൂഹത്തെയാണ് ഞങ്ങളുടെ വാർത്താ സംഘം പിന്തുടരുന്നതും കൃത്യമായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടം അർദ്ധരാത്രിയിൽ പാലക്കാട് നിന്നും പിടിയിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ പോലീസിൻ്റെ അക്ഷരാർത്ഥത്തിൽ പിടിയിൽ വീണ രാഹുൽ മാങ്കൂട്ടം ഇതാ പോലീസിൻ്റെ AR ക്യാമ്പിൽ നടത്തിയ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇപ്പോഴിതാ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാനായി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പം മുമ്പാണ് പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ഇതാ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. വൈദ്യപരിശോധനയ്ക്കാണത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ മുന്നിൽ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഒപ്പം സനോജ് സുരേന്ദ്രൻ വാർത്താ സംഘവും ഞങ്ങളുടെ വാർത്താ സംഘം ഇതാ പിന്തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അല്പം മുമ്പാണ് പത്തനംതിട്ടയിലെ AR ക്യാമ്പിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. അല്പം മുമ്പ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിരുന്നു. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം അക്ഷരാർത്ഥത്തിൽ കുരുക്കിൽ വീഴുകയായിരുന്നു. എല്ലാ വിധത്തിലുമുള്ള പഴുതുകളടച്ച് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാധാരണഗതിയിൽ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയാണ് പോലീസ് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞിട്ട് പിടിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടെ റൂമിൽ നിന്നും 2002 എന്ന റൂം നമ്പറിലുള്ള റൂമിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയ രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തി ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി. അതിനുശേഷം ഇതാ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ
ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. യുവത പ്രതിഷേധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ MLA, കോൺഗ്രസിന്റെ MLA ആ അർത്ഥത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചു, പെൺകുട്ടികളെ ദ്രോഹിച്ചു, പെൺകുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കി, ക്രൂരമായ പീഡനമാണ് നടത്തിയത്. സ്വാഭാവികമായും രാഷ്ട്രീയമായ പ്രതിഷേധവുമായി ഇതാ യുവത അവിടേക്ക് എത്തുന്നു. DYFIയുടെ വലിയ പ്രതിഷേധം നമുക്ക് കാണാം. മറ്റ് യുവജന സംഘടനകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ട്. പക്ഷേ പോലീസ് പണിപ്പെട്ട് പ്രതിഷേധക്കാരെ മാറ്റി മുമ്പോട്ട് പോവുകയാണ്. നിയമപരമായ പ്രക്രിയകൾ പോലീസിന് നടപ്പാക്കേണ്ടതുണ്ട്. ഇതാ വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ജനറൽ ആശുപത്രിയുടെ വളപ്പിൽ കവാടത്തിൽ തന്നെ വലിയ പ്രതിഷേധവുമായി DYFI അടക്കമുള്ള യുവജന സംഘടനകളുണ്ട്. രാഹുൽ മാങ്കൂട്ടം പിൻവാങ്ങണം, രാജിവെക്കണമെന്നുള്ള വലിയ മുദ്രാവാക്യമാണ്. കാരണം യുവത്വത്തിന് രാഹുൽ മാങ്കൂട്ടം നൽകുന്ന സന്ദേശം തെറ്റാണ്. ബലാത്സംഗം ചെയ്യുന്ന ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരാണ്. ഇത്യാദി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് അവിടെ വലിയ പ്രതിഷേധം അലയടിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നു. യുവജന സംഘടനകൾ പ്രതിഷേധിക്കുന്നു. DYFI പ്രതിഷേധത്തിന് മുൻനിരയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു യുവ MLA അത് കേരളത്തിന് ഭൂഷണമല്ല. അത്തരത്തിൽ പാലക്കാട് നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകുന്ന ക്രിമിനൽ പ്രവൃത്തികൾ, സ്ത്രീവിരുദ്ധതകൾ, ബലാത്സംഗം അടക്കമുള്ള കേസുകൾ ഒരിക്കലും രാഷ്ട്രീയ കേരളത്തിന്റെ ധാർമ്മികതയുമായി ചേർന്ന് പോകുന്നതല്ല. ഇതാണ് യുവജന സംഘടനകൾ മുദ്രാവാക്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങളിലേക്ക് ചെവിയോർത്താൽ തത്സമയം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഹൂ കെയേഴ്സ് പറയാനാകില്ല. കാരണം യുവത വലിയ അർത്ഥത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ തീർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അധാർമിക പ്രവൃത്തി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിനും രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും ചേർന്നല്ല എന്ന് ഉറച്ച മുദ്രാവാക്യം വിളിച്ചു. രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം. ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം തീർത്തത്. ഇത്തരം ഭ്രാന്തുമായി, ഇത്തരം സൈക്കോപാത്ത് പ്രവൃത്തിയുമായി ഈ MLA സ്ഥാനം ഉപയോഗിച്ച് കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ നടക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ തെരുവീതികളിലൂടെ നടക്കാനുള്ള യോഗ്യത രാഹുൽ മാങ്കൂട്ടത്തിലില്ല. അത് കോൺഗ്രസിന് കൂടി എതിരെയുള്ള പ്രതിഷേധമായി, യുവതയുടെ പ്രതിഷേധമായി മാറുകയായിരുന്നു ചെയ്തത്. ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കണ്ടുവരുന്നത്. എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തെ പ്രാഥമികമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇതാ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയുടെ കവാടം മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിടേണ്ടി വന്നത്. പോലീസ് പണിപ്പെട്ടാണ് വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തെ ജനറൽ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോയത്. ഇനി വൈദ്യപരിശോധന, അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കൽ, ഇതാണ് സ്വാഭാവികമായ പ്രക്രിയ.